ഹായ് ഫ്രണ്ട്സ്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UN ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1920. ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് എന്തോ ചെയ്തു, 1920 എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ എന്താണ്, ഈ ലീഗ് ഓഫ് നേഷൻസ് വന്നെങ്കിൽ പോലും സെക്കൻഡ് വേൾഡ് വാറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വൺസ് അഗെയിൻ കമ്പൽഡ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ടു എൻഡ്യൂവർ ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് കുഡ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ വാർ ആൻഡ് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ വേൾഡ്. ലോകത്ത് പീസ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇനി ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇനി ഒരു യുദ്ധത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് നേഷൻസിന് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തടയാൻ വേണ്ടിയാണ് ലീഗ് ഓഫ് നേഷനെ കൊണ്ടുവന്നത്. പക്ഷേ ലീഗ് ഓഫ് നേഷൻ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇറ്റ്സെൽഫ് ദ ഗ്രേറ്റ് പവേഴ്സ് ഹാഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് എഫേർട്ട് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ഷൻസ് എടുക്കാൻ വേണ്ടി ഗ്രേറ്റ് പവേഴ്സ് അവരവർ തന്നെ തീരുമാനിച്ചു. അവരുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് 1945 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ എന്ത് ചെയ്തു, UN ചാർട്ടർ അഡോപ്റ്റ് ചെയ്തു. 51 നേഷൻസ് ലോകത്ത് നിന്ന് അതിൽ സൈൻ ചെയ്തു. ആ ചാർട്ടർ കെയിം ഇൻ ടു ഫോഴ്സ് ആയത് ഒക്ടോബർ 24, 1945 ആഫ്റ്റർ ഇറ്റ് വാസ് റാറ്റിഫൈഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇനി UN എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റുകളുടെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ UN എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ പാർട്ട് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ UN അതിൻ്റേതായിട്ടുള്ളൊരു ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്. ICJ ഇൻ ദ കേസ് റിപ്പാരേഷൻ ഫോർ ഇഞ്ചുറി സഫേർഡ് ഇൻ ദ സർവീസ് ഓഫ് ദ UN ഹെൽഡ് ദാറ്റ് UN ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് എ സബ്ജക്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ ലോ. ഈ റിപ്പാരേഷൻ ഫോർ ദ ഇഞ്ചുറി സഫേർഡ് ഇൻ ദ സർവീസ് ഓഫ് ദ UN എന്ന് പറഞ്ഞ അതിൽ ആ ഒരു കേസിൻ്റെ അകത്ത് ICJ പറഞ്ഞത് എന്താണ്, UN എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്, ഇൻ്റർനാഷണൽ ലോയിലെ ഒരു സബ്ജക്റ്റുമാണ് UN എന്ന് പറഞ്ഞു. ഇറ്റ് ഹാസ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് അണ്ടർ ഇൻ്റർനാഷണൽ ലോ. UN എന്തുകൊണ്ട്, ഇൻ്റർനാഷണൽ ലോ പ്രകാരം റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ഇറ്റ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി സഫേർഡ് ബൈ ദ പേഴ്സൺസ് ഇൻ ഇറ്റ് സർവീസ്. അവരുടെ സർവീസിലിരിക്കുന്ന സമയത്ത് പേഴ്സൺസിന് ഇഞ്ചുറി വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. UN ഹാസ് അറ്റ് പ്രസൻറ്റ് UN എത്ര മെമ്പേഴ്സ് ഉണ്ട്? 193 മെമ്പേഴ്സ് ഉണ്ട്. ഇനി UN എന്തൊക്കെയാണ് ഒബ്ജക്ട്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മറ്റുള്ള നേഷൻസുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻസ് കൊണ്ടുപോകുക, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ അച്ചീവ് ചെയ്യുക. എന്തിനൊക്കെ? ഇൻ സോൾവിങ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സോഷ്യൽ കൾച്ചറൽ ഹ്യൂമാനിറ്റേറിയൻ ക്യാരക്ടറുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊമോട്ട് ആൻഡ് എൻകറേജ് റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുക. ഒരു ഡിസ്റ്റിങ്ഷൻ, ഈ റേസ്, കാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ റിലീജിയൻ, ലാംഗ്വേജ്, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്താതെ ഫണ്ടമെൻ്റൽ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കുക. ഇതൊക്കെയാണ് UN ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മെമ്പർ സ്റ്റേറ്റുകളും ഈക്വലാണ്. അവിടെ ഇറ്റ് ഈസ് നോട്ട് ആൻ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ ഇതെന്ന് പറയുന്നത്. പക്ഷേ ഒരു ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ അല്ല. പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിലിന് എന്തുകൊണ്ട്, കുറച്ചും കൂടെ മറ്റുള്ള മെമ്പേഴ്സിനേക്കാൾ പവർ കൂടുതലുണ്ട്. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സും ഷാൽ ഫുൾഫിൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ദ ഒബ്ലിഗേഷൻ അസ്യൂംഡ് ബൈ ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ UN ചാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗുഡ് ഫെയ്ത്തോടു കൂടി ഫുൾഫിൽ ചെയ്യുക. അതുപോലെ മൂന്നാമത്തേതാണ് എല്ലാ all members shall settle the international dispute by peaceful means. പീസ്ഫുൾ മീൻസിൽ എന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്
സെറ്റിൽ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ മെമ്പർ സ്റ്റേറ്റ് തമ്മിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റുകൾ തമ്മിൽ ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പീസ്ഫുൾ രീതിയിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം UN-നുണ്ട്. ഓൾ മെമ്പേഴ്സ് ഷാൽ റിഫ്രെയിൻ ഫ്രം ദ ത്രെട്ട് ഓർ യൂസ് ഓഫ് ഫോഴ്സ് എഗനിസ്റ്റ് ദ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് എനി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന് എഗനിസ്റ്റായിട്ട് ഈ ഫോഴ്സ് ഉപയോഗിക്കുകയോ ത്രെട്ട് കൊണ്ടുവരികയോ ചെയ്യരുത്. അത് തടയാനുള്ള കാര്യങ്ങൾ എടുക്കുക. ഓൾ മെമ്പർ ഷാൽ ഗിവ് ദ UN every assistance in common action it take in accordance with the UN Charter and shall refrain from giving assistance to any state against which the UN is taking enforcement action. ഒരു എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ എഗനിസ്റ്റ് എന്താണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് എഗനിസ്റ്റായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അത് UN ചാർട്ടർ പ്രകാരമായിരിക്കണം ചെയ്യുന്നത്. UN എന്ന് പറയുന്നത് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻ്റർവീനിങ് ഇൻ ദ ഡൊമസ്റ്റിക് അഫയേഴ്സ് ഓഫ് എ മെമ്പർ സ്റ്റേറ്റ്. ഒരു മെമ്പർ സ്റ്റേറ്റിൻ്റെ ഡൊമസ്റ്റിക് അഫയേഴ്സിൽ ഇടപെടാൻ UN-ന് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒറിജിനൽ മെമ്പേഴ്സും ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. അതിലെ ഒറിജിനൽ മെമ്പേഴ്സ് ഓഫ് UN എന്ന് പറയുന്നത് എന്താണ്? ദോ സ്റ്റേറ്റ് വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ UN കോൺഫറൻസ് അറ്റ് സാൻഫ്രാൻസിസ്കോയിലെ UN കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെമ്പേഴ്സാണ് ഒറിജിനൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റേറ്റ് അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ സ്റ്റേറ്റ് മേ ബി അഡ്മിറ്റഡ് ടു ദ UN ഓൺ ദ അഫർമേറ്റീവ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ഒരു 2/3 മെജോറിറ്റിയിൽ ജനറൽ അസംബ്ലി വഴി ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ട് 2/3 മെജോറിറ്റിയിൽ റെസല്യൂഷൻ ജനറൽ അസംബ്ലി പാസ്സാക്കിയിട്ട് എടുക്കുന്ന മെമ്പേഴ്സ്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലെ റെക്കമെൻഡേഷൻ പ്രകാരം എടുക്കുന്ന മെമ്പേഴ്സിനെയാണ് സ്റ്റേറ്റ് അഡ്മിറ്റഡ് മെമ്പേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. UN-ലേക്ക് ഒരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എസെൻഷ്യൽസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ ഒരു സ്റ്റേറ്റ് ദെർ മസ്റ്റ് ബി എ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പീസ് ലവിങ് സ്റ്റേറ്റ് ആയിരിക്കണം. UN ചാർട്ടറിൻ്റെ ഒബ്ലിഗേഷൻ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒബ്ലിഗേഷൻസ് പിന്നെ എന്താണ് ക്യാരി ഔട്ട് ചെയ്യാൻ വില്ലിങ് ആയിട്ടുണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഏബിൾ ടു ക്യാരി ഔട്ട് ദോസ് ഒബ്ലിഗേഷൻസ്, ഈ ഒബ്ലിഗേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ഏബിൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി വിഡ്രോവൽ ഓഫ് മെമ്പർഷിപ്പ്. ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ ദ UN ചാർട്ടർ ഫോർ ദ വിഡ്രോവൽ ഓഫ് മെമ്പർഷിപ്പ്. എന്താണ് മെമ്പർഷിപ്പ് വിഡ്രോവൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രൊവിഷൻസ് ഒന്നും UN ചാർട്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ. ഇഫ് എ മെമ്പർ ഓഫ് ദ UN പെർസിസ്റ്റൻ്റ്ലി വയലേറ്റ് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ UN ചാർട്ടർ, UN ചാർട്ടറിൽ അടങ്ങിയിട്ടുള്ള പ്രൊവിഷൻസ് ഇങ്ങനെ വയലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഇറ്റ് മേ ബി expelled from the organization by the General Assembly upon the recommendation of the Security Council. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ജനറൽ അസംബ്ലിയിൽ നിന്നും എന്ത് ചെയ്യും? പിന്നെ എക്സ്പെല് ചെയ്യും ആ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ആ ഒരു മെമ്പർ സ്റ്റേറ്റിനെ. സസ്പെൻഷൻ ഓഫ് മെമ്പേഴ്സ്. എ മെമ്പർ ഓഫ് ദ UN എഗനിസ്റ്റ് വിച്ച് പ്രിവെൻറ്റീവ് ഓർ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ ദ സെക്യൂരിറ്റി കൗൺസിൽ മേ ബി സസ്പെൻഡ് ഫ്രം ദ എക്സർസൈസ് ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് മെമ്പർഷിപ്പ്. സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ പിന്നെ എടുക്കുകയാണ്, ഒരു മെമ്പറിന് എഗനിസ്റ്റായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു? സസ്പെൻഡ് ചെയ്യുന്നു. അവരുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡൺ ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ് അപ്പോൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ജനറൽ അസംബ്ലിയാണ് ഒരു മെമ്പറിനെ എന്ത് ചെയ്യുന്നത്? സസ്പെൻഷൻ കൊടുക്കുന്നത് ഒരാൾക്ക്. ഇനി ഏതൊക്കെയാണ് UN-ൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് മോസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. ഈച്ച് മെമ്പർ സ്റ്റേറ്റ്, ഓരോ മെമ്പർ സ്റ്റേറ്റിനും അവരുടെ സ്റ്റേറ്റിൽ നിന്നും 5 റെപ്രസെൻറ്റേറ്റീവിനെ ജനറൽ അസംബ്ലിയിലേക്ക് വിടാൻ വേണ്ടി കഴിയുന്നതാണ്. ഓരോ മെമ്പറിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പം നിലവിൽ 193 മെമ്പേഴ്സാണ് ജനറൽ അസംബ്ലിയിലുള്ളത്. അടുത്ത് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ജനറൽ അസംബ്ലി നോക്കിക്കഴിഞ്ഞാൽ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് റെഫർ ടു ഫംഗ്ഷൻ ഓഫ് ജനറൽ അസംബ്ലി റിഗാർഡിംഗ് ഡിസ്കഷൻ, സ്റ്റഡീസ് ആൻഡ് റെക്കമെൻഡേഷൻ ആൻഡ് പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ഓൺ ഡിഫറൻറ്റ് മാറ്റേഴ്സ്. പല മാറ്റേഴ്സിൽ റെസൊല്യൂഷൻസ് പാസ് ചെയ്യാനും അതുപോലെ റെക്കമെൻഡേഷൻസ്, സ്റ്റഡീസ്, ഡിസ്കഷൻ ഒക്കെ നടത്താനുള്ള ജനറൽ അസംബ്ലിയുടെ ഫംഗ്ഷനെയാണ് ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് സൂപ്പർവൈസറി ഫംഗ്ഷനാണ്. ഇറ്റ് റെഫർ ടു ദോസ് ഫംഗ്ഷൻ വിച്ച് ജനറൽ അസംബ്ലി ക്യാൻ സൂപ്പർവൈസ് ദ ഫംഗ്ഷൻസ് ഓഫ് അതർ പ്രിൻസിപ്പൽ
പ്രിൻസിപ്പൽ ഓർഗൻസ്. ജനറൽ അസംബ്ലിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മറ്റുള്ള പ്രിൻസിപ്പൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓഫ് ദ UN. UN-ൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിൻ്റെ ഫങ്ഷൻസും ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനെയാണ് സൂപ്പർവൈസറി ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഫങ്ഷനുണ്ട്. ജനറൽ അസംബ്ലി പെർഫോംസ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ആൻഡ് അപ്രൂവ്സ് ദ ബഡ്ജറ്റ് ഓഫ് ദ UN. UN-ൻ്റെ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുകയും കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ഇലക്റ്റീവ് ഫങ്ഷനാണ്. ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നു? UN-ലേക്ക് ഒരു ന്യൂ മെമ്പറിനെ ഇലക്ട് ചെയ്യുന്നു. ആൻഡ് ദ മെമ്പർ ഫോർ അതർ ഓർഗൻസ് ഓഫ് ദ UN. മെമ്പേഴ്സ് എന്താണ്? ജനറൽ അസംബ്ലിയാണ് ഒരു പുതിയ മെമ്പറിനെ UN-ലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ മറ്റുള്ള മെമ്പേഴ്സിനെയും UN-ലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? മറ്റുള്ള ഓർഗൻസിലേക്ക് മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നത് ഈ ഇലക്റ്റീവ് ഫംഗ്ഷൻ വഴി ജനറൽ അസംബ്ലിയാണ് നടത്തുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫംഗ്ഷനുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. പിന്നെ UN ചാർട്ടർ അമെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അകത്ത് ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ്. UN-ൻ്റെ പ്രിൻസിപ്പൽ ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ. അതിൻ്റെ അകത്ത് 15 മെമ്പേഴ്സുണ്ട്. ആ 15 മെമ്പേഴ്സിൽ നിന്നും 5 പേര് പെർമനൻറ്റും 10 പേര് നോൺ പെർമനൻറ്റുമാണ്. പെർമനൻറ്റ് ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ. ഇത്രയും പേരാണ് പെർമനൻറ്റ്. ഇനി നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ ജനറൽ അസംബ്ലി 2 വർഷത്തെ ടേമിനായിരിക്കും ഇലക്ട് ചെയ്തിരിക്കുന്നത്. ഈച്ച് മെമ്പർ സ്റ്റേറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു സെൻഡ് 1 റെപ്രസെൻറ്റേറ്റീവ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ. ഓരോ മെമ്പർ സ്റ്റേറ്റുകൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ മെമ്പേഴ്സിനെ സെക്യൂരിറ്റി കൗൺസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഈച്ച് മെമ്പർ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിലിലെ ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മാറ്റേഴ്സ് വിച്ച് കം ഫോർ ഡിസ്കഷൻ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഹെഡ്സ്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള പിന്നെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡിസിഷന് കൊണ്ടുവരുന്ന മാറ്റേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊസീജിയറൽ മാറ്ററും ഒന്ന് സബ്സ്റ്റാൻഷ്യൽ മാറ്ററും. പ്രൊസീജിയറൽ മാറ്റേഴ്സിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് എല്ലാ മെമ്പേഴ്സിൻ്റെയും കൂടെ മെജോറിറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത്. വെൻ സെക്യൂരിറ്റി കൗൺസിൽ ടേക്ക് എ ഡിസിഷൻ ഓൺ പ്രൊസീജിയറൽ മാറ്റർ, സെക്യൂരിറ്റി കൗൺസിൽ പ്രൊസീജിയറൽ മാറ്ററിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? അഫർമേറ്റീവ് വോട്ട് ഓഫ് 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്. ഈ പറഞ്ഞിട്ടുള്ള 5 പെർമനൻറ്റ് മെമ്പേഴ്സ്, മുകളിൽ നമ്മൾ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ അഫർമേറ്റീവ് വോട്ട് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. പ്രൊസീജിയറൽ മാറ്റേഴ്സിൽ പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ പവർ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഡിസിഷൻ ഓൺ സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അഫർമേറ്റീവ് വോട്ട് ഓഫ് 9 മെമ്പേഴ്സ്, ഒരു 9 മെമ്പേഴ്സിൻ്റെ അഫർമേറ്റീവ് വോട്ട് വേണം. ഇൻക്ലൂഡിങ് ഈ പറഞ്ഞിട്ടുള്ള 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെയും കൂടെ വോട്ട് വേണം. ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ വോട്ട് പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഈ 9 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ടെങ്കിലേ എന്താവത്തുള്ളൂ? സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സിൽ ഡിസിഷൻ ടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെർമനൻറ്റ് മെമ്പേഴ്സ് ഒരു നെഗറ്റീവ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൗൺസിൽ എന്താകുന്നു? അൺഏബിൾ ടു ടേക്ക് ഡിസിഷൻ ഓൺ ദ മാറ്റർ. ആ മാറ്ററിന് മുകളിൽ സെക്യൂരിറ്റി കൗൺസിലിന് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി കഴിയില്ല. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഫങ്ഷൻസും പവേഴ്സും നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് പറഞ്ഞതുപോലെ ഇലക്റ്റീവ് ഫംഗ്ഷനുണ്ട്, സൂപ്പർവൈസറി ഫംഗ്ഷനുണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫംഗ്ഷനുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. അടുത്തതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു പിന്നെ സെക്രട്ടറി ജനറലും സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. UN-ൻ്റെ ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ബൈ ദ ജനറൽ അസംബ്ലി ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടറി ജനറലിനെയും സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജനറൽ അസംബ്ലിയാണ് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ ഓർഗനൈസേഷൻ്റെ എന്താണ്? ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സെക്രട്ടറി ജനറലിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ മാറ്ററാണ്. അതുപോലെ തന്നെ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ അഫർമേറ്റീവ് വോട്ട് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് അടുത്തത് വരുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് UN-ൻ്റെ പ്രിൻസിപ്പൽ ഓർഗനാണ്.
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പ്രകാരമാണ്. അതെന്ന് പറയുന്നത് UN ചാർട്ടറിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടുമാണ്. ICJക്കകത്ത് 15 ജഡ്ജസ് കാണും. അവരെ ഇലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിലാണ്. അവർ സെപ്പറേറ്റ്ലി ആണ് ഈ ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത്. ഈ ജഡ്ജസ് എന്ന് പറയുന്നത് 9 വർഷമായിരിക്കും അവരുടെ പീരീഡ് എന്ന് പറയുന്നത്. അവരെ ഈ ടേമിന് ശേഷം എക്സ്പയർക്ക് ശേഷം അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയും കഴിയുന്നതാണ്. ഓൾ ദ ഡിസിഷൻസ് ഓഫ് ദ കോർട്ട് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മെജോറിറ്റി ഓഫ് ദി ജഡ്ജസിൻ്റെ മെജോറിറ്റിയുടെ ബേസിസിലായിരിക്കും ഓരോ ഡിസിഷൻ അവർ ടേക്ക് ചെയ്യുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ദ കോർട്ട് ഈസ് എംപവേർഡ് ടു ഗിവ് കാസ്റ്റിംഗ് വോട്ട് ഇൻ കേസ് ഓഫ് എ ടൈ. ഒരു ടൈ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ കോർട്ടിൻ്റെ പ്രസിഡൻറ്റിന് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ദ പ്രസിഡൻറ്റ് ഓഫ് ദ കോർട്ട് ഈസ് എംപവേർഡ് ടു ഗിവ് കാസ്റ്റിംഗ് വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി സീറ്റ് ഓഫ് ദ കോർട്ട്, ഈ കോർട്ട് എവിടെയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരുന്നത്? ഹേഗ്, നെതർലൻഡ്സിലാണ് വരുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ജൂറിസ്ഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഫോർ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ്. വേൾഡിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് ആർക്ക് വേണമെങ്കിലും കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. Only the states may be parties to any dispute before the court. International organizations may request the court to give advisory opinion on legal matters. ലീഗൽ മാറ്റേഴ്സിൽ അഡ്വൈസറി ഒപ്പീനിയൻ നൽകാൻ വേണ്ടി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യും. പാർട്ടീസ് റെഫർ ചെയ്യുന്ന എല്ലാ കേസുകളും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡിസൈഡ് ചെയ്യും. അത് പാർട്ടീസിന് ആ ഡിസിഷൻ ബൈൻഡിങ്ങും ആയിരിക്കും. അടുത്തത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നത് UNൻ്റെ മറ്റൊരു പ്രിൻസിപ്പൽ ഓർഗനാണ്. 27 മെമ്പേഴ്സാണ്. ഇലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ്. മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് 3 വർഷത്തേക്കാണ്. അതുപോലെ തന്നെ ഇറ്റ് മേ മേക്ക് സ്റ്റഡീസ് ആൻഡ് റിപ്പോർട്ട് വിത്ത് റെസ്പെക്റ്റ് ടു ഇൻ്റർനാഷണൽ എക്കണോമിക് സോഷ്യൽ കൾച്ചറൽ എഡ്യൂക്കേഷണൽ ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്. ഈ പറഞ്ഞ മാറ്റേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർ സ്റ്റഡീസ് നടത്തുകയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് മേ മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഫോർ ഓൾ. എല്ലാവർക്കും ഫണ്ടമെൻ്റൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഹ്യൂമൻ റൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷനൊക്കെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ മെയ്ഡ് ചെയ്യുന്നു. അടുത്ത ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് ഇതുപോലെ UNൻ്റെ ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ്. അവരുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? അഡ്മിനിസ്റ്റർ ട്രസ്റ്റ് ടെറിട്ടറീസ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ട്രസ്റ്റ് ടെറിട്ടറീസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ UN എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. UNO എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് വേൾഡ് വാർ തടയാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് എല്ലാ സ്റ്റേറ്റുകളും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്ന ഒരിതാണ്. ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്രണ്ട്ലി റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുക, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ അച്ചീവ് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ. ഫങ്ഷൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. മെമ്പർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. വിഡ്രോവൽ ഓഫ് മെമ്പർഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ഓർഗൻസ് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇത്രയുമാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.